അല്ല ഞാൻ ലൈറ്റ് ഇട്ടത് ഇപ്പൊ പറഞ്ഞു. അപ്പൊ നമ്മള് കിച്ചണിന്റെ ട്രീറ്റ്മെന്റിന് പോകാൻ വേണ്ടി തെറാപ്പിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ്. ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മള്. അപ്പൊ 9:53 ആണ്. ഒരു 10 മണിക്കല്ല ഓട്ടോ വരുന്നത്. 10 മണിക്ക് ഓട്ടോ വരും, നമ്മൾ പോകും. അപ്പൊ കിച്ചൂട്ടനും അമ്മയൊക്കെ അവിടെ സെറ്റായിരിക്കാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. ലച്ചുക്കുട്ടിക്ക് പനിയായിരുന്നേ. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോണ്ടേ? റാഞ്ചി കൊണ്ട് അമ്മക്കിളി അങ്ങനെയല്ലേ, മക്കളെ ചിറകിന് കീഴിൽ ഒതുക്കി കൊണ്ടുപോകും. അതേപോലെ ലച്ചുനെ ഞാൻ കൊത്തിക്കൊണ്ട് കൊണ്ടുപോവാണ്. അതായത് ലച്ചുനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനേ എനിക്ക് അത്ര വലിയ ധൈര്യമില്ല. കാരണം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോവാണ്. ഓട്ടോ ഇപ്പോൾ വരുമായിരിക്കാം. 10 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഇപ്പൊ വരുമായിരിക്കും. അപ്പൊ നമ്മുടെ കിച്ചുക്കുട്ടന് കുറേ ദിവസമായല്ലോ എല്ലാവരും കണ്ടിട്ടല്ലേ. കിച്ചുക്കുട്ടന് പനിയും അതേപോലെ തന്നെ ജലദോഷവും എല്ലാം ഉണ്ട്. എല്ലാം ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിണ്ടായിരുന്നു, മരുന്നൊക്കെ കുടിച്ചു, നല്ല മിടുക്കനായിട്ട് ഇന്നത് രാത്രി വരെ കിടന്നുറങ്ങിയിട്ട്. ഇവനെ എണീറ്റത് എപ്പോഴാണെന്നറിയോ? എത്ര മണിക്കാണോ എണീറ്റത് പറഞ്ഞു കൊടുത്ത്? 6 മണിക്ക്. 6 മണിയല്ല, 7:30. ഞാൻ എണീറ്റപ്പോ തന്നെ 7:30 രാവിലത്തെ 7:30 അല്ല, രാത്രിയിലത്തെ 7:30 പറയുന്നത്. പകല് മുഴുവൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ സൗസറൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. ഇവിടെ അടുത്തല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ കൊതുകല്ല, കുഞ്ഞു കൊതുക്, പക്ഷെ ഭയങ്കര. ഇവിടെ അടുത്തല്ലേ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്നത്. അപ്പൊ അവിടെ ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ അയക്കണ്ടേ. അപ്പൊ ഞങ്ങൾ മുൻകൂട്ടി ഇവിടുന്ന് ട്രൗസറൊക്കെ അഴിച്ചിട്ട് അവിടെ പോകുമ്പോൾ പനിയെ മാത്രം അഴിച്ചാൽ മതിയല്ലോ. അപ്പൊ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു. കിച്ചുക്കുട്ടനാണെങ്കിൽ പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇപ്പൊ എണീറ്റപാട് ഞാൻ ചോറാണ് കൊടുത്തത്. അതിന് തയ്യതില്ലേ, എന്താ പറയാ, ചോറൊക്കെ അരച്ച് നല്ലോണം കൊടുത്തു. നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാം മിക്സിയിലാണല്ലോ കൊടുക്കാം. അപ്പം അങ്ങനെ ഇനി വൈകിട്ട് വന്നല്ലോ, വൈകിട്ടല്ല, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നിട്ട് പഴം കൊടുക്കണം. അതിനുശേഷം എൻ്റെ ചക്കരക്കുട്ടന് എന്ത് കൊടുക്കണം? ആപ്പിള് കൊടുക്കണം. കിച്ചുക്കുട്ടന് ആപ്പിൾ ഇഷ്ടമല്ലേ? 2 ആപ്പിള് കൊടുക്കൂ കേട്ടോ കിച്ചുക്കുട്ടന്. 2 ആപ്പിള് കൊടുക്കുവേ, അല്ലേ? ഇപ്പൊ വരും ഓട്ടാമ. കിച്ചുക്കുട്ടന്റെ മൂക്ക് കടഞ്ഞിട്ട് കിച്ചുക്കുട്ടന് ഭയങ്കര അസ്വസ്ഥതയാട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ കുറെ ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. രാത്രിയൊക്കെ ഞങ്ങൾ ഇവിടെ ഉറങ്ങാണ്ടിരുന്നിട്ട് എന്താ പറയാ, ഇങ്ങനെ ഇരിക്കും രാവിലെ വരെ അല്ലേ ലച്ചു? 4 മണിക്കാണ് ഇപ്പൊ കുളിക്കുന്നതും അലക്കുന്നതൊക്കെ. 4 മണിക്കാണ്. 4 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് 4 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചുട്ടന് ഭക്ഷണമൊക്കെ കൊടുത്തു, എന്നിട്ടാണ് കിടന്നുറങ്ങുക. ചില ദിവസങ്ങളിൽ കിച്ചുട്ടൻ 4:30 ആകുമ്പോൾ ഉറങ്ങും. ചില ദിവസങ്ങളിൽ 7 മണി 8 മണി അങ്ങനെ പോകും. എന്നാലും കുഴപ്പമില്ല, അവന് ഉറക്കമുണ്ട് കേട്ടോ. ഇപ്പം ഉറക്കമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉറക്കമുണ്ട്. പക്ഷെ സമയം തെറ്റിയുള്ള ഉറക്കാന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ഇപ്പൊ ഒരു മാസമായിട്ട് ഇതേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് ശേഷം കുളി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കതിപ്പോ ഒരു ശീലമായി. അതുകൊണ്ട് അമ്മ രാവിലെ 4 മണിക്ക് ഇരിക്കുന്നതിൽ നിന്ന് എഴുന്നേൽക്കുന്നു, കുളിക്കാൻ പോകുന്നു, അല്ലാണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കല്ല. മുഴുവൻ കണ്ടു തീർക്കുന്നു. എന്ത് സുഖ പറ, എനിക്ക് എന്ത് സുഖാന്നറിയപ്പോ നൈറ്റ് മുഴുവൻ ഇരുന്ന സിനിമ കാണലാണ്. വേറൊന്നും ചെയ്യാൻ സുഖം, പരമസുഖം. ഇതിനൊക്കെ ഞാൻ വേണം. ആർക്ക് പറ്റും ഇങ്ങനെ അല്ലേ ഫുൾ ടൈം സിനിമ കണ്ടിരിക്കാൻ? ബോറടിക്കൂലേ? ലിമിറ്റ് ഇല്ല എല്ലാത്തിനും. മാറ്റി 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 മടുക്കും. ഇനി അതിൽ കാണാത്തതൊന്നുമില്ല ഞാൻ. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ പായൊക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെയാണ് ഇരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കിച്ചുക്കുട്ടനെ അതിന്റെ ഇടയ്ക്ക് 1 മണിക്കൂറൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ കിച്ചുക്കുട്ടനെ ജസ്റ്റ് ഇവിടെ വെക്കും. ഞാൻ വാഷ് ചെയ്യാൻ പോകും. അതേപോലെ തന്നെ കിച്ചൺ വൃത്തിയാക്കാനും പാത്രം കഴുകാനും ഫുഡ് ഉണ്ടാക്കാനും അതൊക്കെ ഈ ഒരു എന്താ പറയാ നൈറ്റ് ഉണ്ടല്ലോ, ഒരു 4 മണി വരെയുള്ള സമയത്താണ് ഇവിടുത്തെ കലാപരിപാടികളൊക്കെ, അടുക്കളയിലെ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. ആ ഒരു ടൈമാണ്. ആ ഒരു ടൈം കിച്ചുക്കുട്ടൻ ചില ദിവസങ്ങളിൽ നല്ലോണം സഹകരിക്കും, ചില ദിവസങ്ങളിൽ സഹകരിക്കുകയില്ല. പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസം ഉണ്ട്. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഓട്ടോ ചേട്ടൻ ഏകദേശം വരാറായിട്ടുണ്ട്. ഞങ്ങള് വന്നു അപ്പൊ ഞങ്ങള് എന്തായാലും ഇറങ്ങട്ടെ കേട്ടോ. അപ്പൊ എന്നിട്ട് അപ്പൊ ഇതേ ഞങ്ങള് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ കിച്ചുക്കുട്ടന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. കിച്ചുക്കുട്ടന് ചെറിയ ജലദോഷവും കഫക്കെട്ടും അതേപോലെ തന്നെ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കിച്ചുക്കുട്ടനെ ഒന്ന് നെബുലൈസ് ചെയ്യണം. കിച്ചുക്കുട്ടന് പകലാണ് ശരിക്കും നമ്മൾ നെബുലൈസ് ചെയ്യുക. പക്ഷെ
എന്താ പറയാ, കിച്ചുകുട്ട പകലൊക്കെ കിടന്ന് നല്ല ഉറക്കല്ലേ. ഇന്ന് രാവിലെയും ചെയ്യാൻ പറ്റിയിട്ടില്ല, 2 നേരം ചെയ്യണം കേട്ടോ. രാവിലെ അവന് ഉറങ്ങുന്നോണ്ട് പറ്റിയിട്ടില്ല. എത്ര മണിയായി കാണിച്ചു കൊടുക്കാമേ? സമയം വേണ്ട, നമ്മള് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നു 11 മണിയായിട്ട്. അപ്പൊ സമയം. അപ്പോൾ ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചോട്ടന് ഫുഡ് കൊടുക്കാം. പിന്നെ എനിക്കാണെങ്കിൽ ചായ കൂടി നിർത്തിയതായിരുന്നേ, പക്ഷെ ഈ രാവിലെ വരെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഉറക്കൊക്കെ വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ലച്ചുകുട്ടിയാണെങ്കിൽ ഉറങ്ങണം എന്ന് പറയുന്നുണ്ട്. അവിടെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞങ്ങളുടെ ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളിത് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ കിച്ചോട്ടന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുക എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണി 2:30 ആകുമ്പോൾ ഒന്നും കൂടെ ഫുഡ് കൊടുക്കും. ഒരു കാര്യം കൂടെ പറയാൻ, നൈറ്റ് ശരിക്കും ഫുഡ് കൊടുക്കാൻ അങ്ങനെ പാടില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ കിച്ചുകുട്ടനെ സംബന്ധിച്ച് കിച്ചുകുട്ടൻ പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങുകയാണ്. കിച്ചുകുട്ടന് വെയിറ്റ് കുറവാണ്, 8 കിലോയേ ഉള്ളൂ. 8 കിലോയും എത്ര വയസ്സാണ് നിനക്ക്? 5 വയസ്സും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് തീരെ കുറവാണ്. അപ്പോൾ കിച്ചുകുട്ടന് നമ്മൾ 6 പ്രാവശ്യമെങ്കിലും ഡെയിലി ഫുഡ് കൊടുക്കണം കേട്ടോ. അപ്പോൾ പകൽ ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നൈറ്റ് ഫുഡ് കൊടുക്കുന്നത്. എന്നാലും 4 പ്രാവശ്യമൊക്കെ കവർ ചെയ്ത് പോവുള്ളൂ. ചില സമയമൊക്കെ 5 പ്രാവശ്യം, ചില സമയമൊക്കെ 6 പ്രാവശ്യം. ഇന്നിപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. രാവിലെ കൊടുത്തതാണ്, 8 മണിക്കൊക്കെ കൊടുത്തതാട്ടോ. എന്നാലും പറയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഞാൻ എന്തായാലും കൂടുതൽ ഡയലോഗ് അടിച്ച സമയമൊന്നും കളയുന്നില്ല, അവർ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതേ സമയം ഏകദേശം 11:30 ക്ലോക്കിൽ 11:30, ടി വിയിൽ 11:25. അപ്പോൾ ലച്ചുക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ലച്ചുക്കുട്ടിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞേ ഇന്നൊരു ദിവസം ലേറ്റായിട്ട് ഉറങ്ങിയാൽ മതിയെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ പകലാണല്ലോ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ലീവല്ലേ, അപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ ലച്ചു രാവിലെ നേരത്തെ എണീക്കും കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ കളിക്കാനൊന്നും നമുക്ക് ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഈ രാവിലെ എണീറ്റിട്ട്, ഞങ്ങൾ പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹോളിൽ കിടന്നല്ല ഉറങ്ങുന്നത്. കിച്ചുട്ടന് അതേ ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തിയിട്ടുണ്ട്. തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി പില്ലോ വെച്ചതാട്ടാ. അപ്പോൾ ഇവിടെയല്ലേ കിടക്കുന്നതേ. അപ്പോൾ ലച്ചുവിനാണെങ്കിൽ ടി വിയും വെക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ഫുൾ ബോറടിച്ചിട്ട് വൈകുന്നേരം വരെ ഇരിക്കണം. അനാഥ പ്രേതങ്ങളെ പോലെ ലച്ചു ഇതിൻ്റെ ഉള്ളിൽ അലഞ്ഞു തിരിഞ്ഞ് എൻ്റെ സാധനങ്ങൾ മുഴുവൻ എടുത്ത് വലിച്ചിടുന്ന എന്തെങ്കിലും ചെയ്തോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടാ. ഇല്ലാന്ന് വയ്യാത്തതുകൊണ്ടൊന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ലച്ചുവിനോട് ഞാൻ പറഞ്ഞ ലേറ്റായിട്ട് ഉറങ്ങിയാൽ മതി. അപ്പോൾ രാവിലെ ഒരു 9 മണി 10 മണി വരെ കിടന്ന് ഉറങ്ങാമല്ലോ, സ്കൂളില്ലാത്തതല്ലേ. ഞങ്ങൾ പിന്നെയും ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് വിശന്നപ്പോൾ ഒരു 2 നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നൂഡിൽസൊക്കെ നമ്മൾ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം രാത്രി എന്തോ പെട്ടെന്ന് വിശന്നപ്പോൾ ഏട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ, ചോറ് വെക്കാത്ത. അപ്പോൾ നമ്മൾ മാസത്തിൽ 1 തവണ അല്ല നൂഡിൽസ് ഉണ്ടാക്കുന്ന ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാസത്തിൽ 1 തവണ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ 2 വലിയ പാക്കാണ് വാങ്ങിച്ചത്, 8 പീസിൻ്റെ പാക്കറ്റ്. അപ്പോൾ അതായതുകൊണ്ട് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് ഞങ്ങളിപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ലച്ചുക്കുട്ടീൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ എല്ലാം ഉള്ളണ്ടേ, എവിടെ ഉള്ളണ്ടേ, അവിടെ അവർ എവിടെ കൊണ്ടുപോയി പൊള്ളിപ്പിച്ച്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഞങ്ങൾ മസാല ആദ്യം കിട്ടിയില്ല. അപ്പോൾ ഉള്ള മസാലയൊക്കെ തട്ടിക്കൂട്ടി ഇട്ട് നല്ല ചൂടായി എല്ലാം സെറ്റായി വന്നതാ. അപ്പോഴേക്കും മസാല കിട്ടി. മസാല കിട്ടി വന്ന് ഓടിയിട്ട് അത് പ്ലേറ്റിലോട്ടാണ്. അപ്പൊ എന്നോട് പിടിക്കാൻ പറഞ്ഞതാണ്. ഞാൻ മസാല കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഈ നൂഡിൽസ് തറ്റത്ത് കൊണ്ടുപോയ സൈഡിൽ ഞാൻ ഒറ്റ പിടി. എന്നിട്ട് ഞാൻ അത് നമ്മൾ ഉപ്പൊക്കെ കുറേ ഇട്ടേ, ഉപ്പും മഞ്ഞളും എന്താ പറയുക ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ആക്കാമെന്ന് വിചാരിച്ചാൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ട്. പക്ഷേ ഈ രാത്രി ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടി നൂഡിൽസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ടതുകൊണ്ട്, പിന്നെ മസാല ഇടുമ്പോൾ ഭയങ്കര ഉപ്പ് കഴിക്കില്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് വേദനിച്ചിട്ട് ഞാൻ കരയുന്നില്ല. കൊറയോണ്ടിണ്ട് എൻ്റെ കൺട്രോൾ അല്ലാണ്ട് ഒറ്റ കരിച്ചില് ഞാനല്ല. ലച്ചുനെന്തായാലും കൈ നല്ലോണം വേദനിച്ചു പാവം. അപ്പം ഇപ്പം നൂഡിൽസ് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നൂഡിൽസ് എങ്ങനെ എടുക്കാം. ഇവിടെ വരൂ വീഡിയോ നോക്കുന്നുണ്ട് കാണുന്നില്ല. അപ്പം നൂഡിൽസ് ഞാനിങ്ങനെ അടിപൊളിയാ, ഞാനിങ്ങനെ വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതെന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിലെ വീഡിയോ. പിന്നെ എന്ന് വെച്ചാൽ
നമ്മൾ ഉറങ്ങാണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോണിൽ സ്പേസ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. എന്തായാലും വീഡിയോ നിർത്തിയിട്ട് എൻ്റെ കയ്യിലൊന്നും മര്യാദ കഴിച്ചു പിടിക്കണം. അതന്നെ. ടാറ്റ. ശുഭദിനം.